ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും എഡ്യൂസോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അനശ്വര. ഇന്ന് 8ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസുകാർക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് മീഡിയം ബാച്ചിന് വേണ്ടിയുള്ള ബയോളജിയിലെ 1ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതും ആയിരിക്കും. 8ാം ക്ലാസ്സിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ 7ാം ക്ലാസ് വരെ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം എന്ന ഒരൊറ്റ ടെക്സ്റ്റ് മാത്രമായിരുന്നു പഠിച്ചിരുന്നത്. എന്നാൽ നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ടെക്സ്റ്റ് ഒന്ന് തന്നെയാണ് എങ്കിലും ഇവിടെ ശാസ്ത്രത്തെ നമ്മൾ 3 വിഭാഗങ്ങളാക്കി മാറ്റി പഠിക്കും. സയൻസിനെ നമ്മൾ എത്ര വിഭാഗങ്ങളാക്കി മാറ്റി പഠിക്കുന്നു? 3 വിഭാഗങ്ങളാക്കി മാറ്റി പഠിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒന്ന് ബയോളജി എന്നും, രണ്ടാമത്തേത് കെമിസ്ട്രി എന്നും, മൂന്നാമത്തേത് ഫിസിക്സ് എന്നും. ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്നും, കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രമെന്നും, മൂന്നാമത്തേത് ഫിസിക്സ് അല്ലെങ്കിൽ ഊർജതന്ത്രമെന്നും, അങ്ങനെ 3 വിഭാഗങ്ങളാക്കി പഠിക്കുന്നു. നിങ്ങൾക്ക് എക്സാം വരുമ്പോഴും എക്സാമിന് 3 ഭാഗങ്ങളുണ്ടാകും. ഈ പറയുന്ന 3 ഭാഗങ്ങളിൽ നിന്നുമായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക. വാട്ട് ഈസ് ബയോളജി? ബയോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ലിവിങ് ഓർഗാനിസം. എന്താണ് ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജീവശാസ്ത്രം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബയോളജി എന്ന് പറഞ്ഞാൽ ജീവനുള്ളവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജി. ഇവിടെ നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ചും അനിമൽസിനെ കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും ജന്തുക്കളെക്കുറിച്ചും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. ലെറ്റ്സ് ബിഗിൻ വിത്ത് എ new and exciting chapter, life's mysteries in little chambers. കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. വാട്ട് ഈസ് സെൽ? ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം ഈസ് കാൾഡ് സെൽ. ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. ജീവനുള്ളവയുടെ എല്ലാം ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽ അഥവാ കോശം എന്ന് വിളിക്കുന്നു. അപ്പം എങ്ങനെ പഠിക്കുന്നു? സെൽസ് അല്ലെങ്കിൽ സെൽ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. ജീവനുള്ളവയുടെ എല്ലാം ജീവധർമ്മപരവും ഘടനാപരവുമായ ഏറ്റവും ചെറിയ ഘടകത്തെ നമ്മൾ എന്ത് വിളിക്കും? സെല്ല് അഥവാ കോശം എന്ന് വിളിക്കും. 2 പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഇങ്ങനെയാണ് പറയുന്ന 2 പോയിന്റുകൾ. ദ ബോഡി ഓഫ് ആൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ജീവജാലങ്ങളുടെ എല്ലാം ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സെല്ലുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ്. 2ാമത്തെ പോയിന്റ്, മൈക്രോസ്കോപ്പ് ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് സെൽസ്. കോശങ്ങളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? മൈക്രോസ്കോപ്പുകൾ. മൈക്രോസ്കോപ്സ് ഇൻ വിച്ച് മോർ ദാൻ വൺ ലെൻസ് ആർ കാൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് വിളിക്കുന്നു. ഇനി എ compound microscope magnifies an object 2000 times its size. എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അത് നിരീക്ഷിക്കേണ്ട വസ്തുവിനെ 2000 മടങ്ങ് വലുപ്പത്തിൽ മാത്രമേ വലുതാക്കി കാണിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഒരു വസ്തുവിനെ 2000 മടങ്ങ് വലുപ്പത്തിൽ വലുതാക്കി കാണിക്കുവാനേ കഴിയുകയുള്ളൂ. While electron microscope utilize electrons instead of a source of light, it can magnify
ഒബ്ജക്റ്റ് മില്യൺ ടൈംസ് ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുണ്ട്. ഇവയിൽ പ്രകാശത്തിന് പകരമായിട്ട് ഇലക്ട്രോണുകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വസ്തുക്കളെ അനേക ലക്ഷം മടങ്ങ് വലുപ്പത്തിൽ കാണിക്കുവാനായിട്ട് സാധിക്കും, വലുതായി കാണിക്കുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ലൈറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്തിനായിട്ട്? വസ്തുക്കളെ കാണാൻ വേണ്ടി, നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എത്തുമ്പോൾ അവിടെ ലൈറ്റിന് പകരമായിട്ട് എന്തിനെയാണ് കാണുന്നത്? ഇലക്ട്രോണുകളെയാണ് കാണുന്നത്. അപ്പോൾ ഇലക്ട്രോണുകളാണുള്ളത്. അപ്പോൾ ഇലക്ട്രോണുകളുള്ളത് ഉപയോഗിച്ചുകൊണ്ടുള്ള മൈക്രോസ്കോപ്പുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നെക്സ്റ്റ് നമ്മൾ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ പാർട്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണിച്ചിരിക്കുന്നു ഐ പീസ്, നമ്മൾ നോക്കുന്ന ഭാഗം. മൈക്രോസ്കോപ്പിൽ നമ്മൾ നോക്കുന്ന ഭാഗമാണ് ഐ പീസ്. പിന്നെ നോബുകൾ കാണാൻ കഴിയും. ലെൻസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നോബുകൾ കാണാൻ കഴിയും. പിന്നീട് വന്നിട്ട് ഒബ്ജക്റ്റീവ് ലെൻസ്, നമ്മൾ നിരീക്ഷിക്കേണ്ട വസ്തു വയ്ക്കുന്ന ഭാഗത്തുള്ള ആ ലെൻസുകൾ, അതിനെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയും. പിന്നെ സ്റ്റേജും ക്ലിപ്പ്, നമ്മൾ നിരീക്ഷിക്കേണ്ട വസ്തു വയ്ക്കുന്ന ഒരു പ്രതലമുണ്ട്, അതിനെയാണ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. അവിടെ വയ്ക്കുന്ന നമ്മൾ സാധനം വയ്ക്കുന്ന എന്ത് വസ്തുവാണ് നിരീക്ഷിക്കേണ്ടത് അത് വയ്ക്കുന്ന ഭാഗത്ത് ക്ലിപ്പ് കാണാൻ കഴിയും. പിന്നെ അതിന് താഴെയായിട്ട് കണ്ടൻസർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതിന് താഴെയായിട്ട് മിറർ അല്ലെങ്കിൽ ദർപ്പണം എന്ന് പറയും. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഏതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്? ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ഐ പീസ്, നോബ്സ്, ഒബ്ജക്റ്റീവ് ലെൻസ്, പിന്നീട് പറഞ്ഞത് സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ, അവസാനം പറഞ്ഞത് മിറർ എന്നിവയാണ് ഏതിൻ്റെ പാർട്സുകൾ? ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ. ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് ലെൻസ് ആർ ദ ടു ടൈപ്പ് ഓഫ് ലെൻസസ് സീൻ ഇൻ എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഐ പീസും ഒബ്ജക്റ്റീവ് ലെൻസ് എന്നിങ്ങനെ രണ്ട് ലെൻസുകളാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കാണപ്പെടുന്നത്. ദ ലെൻസ് ഇൻ ദ കണ്ടൻസർ ഫോക്കസസ് ലൈറ്റ് ടു ദി മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. എന്ന് പറഞ്ഞാൽ കണ്ടൻസറിലെ ലെൻസ് നിരീക്ഷിക്കേണ്ട വസ്തുവിലേക്ക് പ്രകാശത്തെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി, കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. Diaphragm of the condenser helps to regulate the intensity of light. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിൻ്റെ ഡയഫ്രം എന്ന് പറയുന്ന ഭാഗം, കണ്ടൻസറിലെ ഡയഫ്രം എന്ന് പറയുന്ന ഭാഗം ലൈറ്റിൻ്റെ തീവ്രത, പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഏത് ഭാഗമാണ് പറഞ്ഞത്? കണ്ടൻസറിലെ ഡയഫ്രം എന്ന് പറയുന്ന ഭാഗം പ്രകാശത്തിൻ്റെ തീവ്രത ക്രമീകരിക്കാനായിട്ട് സഹായിക്കുന്നു. ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒരു വസ്തുവിനെ നിരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒബ്സർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ പ്രിപ്പയർ ചെയ്യുന്ന, തയ്യാറാക്കുന്ന കുറേ അധികം സ്റ്റേജുകളുണ്ട്, ഘട്ടങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പ്ലാന്റൈൻ്റെ റൂട്ടാണ്. അത് വാഴയുടെ വേര് എടുത്ത് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പുട്ട് ഇൻ ദ മെറ്റീരിയൽ ടു ദ വാട്ടർ. എന്ത് ചെയ്യണം? നമ്മൾ നിരീക്ഷിക്കേണ്ട വസ്തുവിനെ എടുത്ത്, അല്ലെങ്കിൽ വാഴയുടെ വേരാണെങ്കിൽ അതിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം, ജലത്തിലേക്ക് ഇട്ട് വയ്ക്കണം. എന്തിനാണ് ഇങ്ങനെ ജലത്തിൽ ഇട്ട് വയ്ക്കുന്നത് പറഞ്ഞാൽ ഈ മെറ്റീരിയലിൻ്റെ, ഏതാണോ ഒബ്സർവ് ചെയ്യുന്ന മെറ്റീരിയൽ, ആ മെറ്റീരിയലിൻ്റെ എന്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഡീഹൈഡ്രേറ്റ് ആയി പോകാതിരിക്കാൻ, ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ പുട്ട് ഇൻ ദ വാട്ടർ, നമ്മൾ എന്ത് ചെയ്യുന്നത്? വാട്ടറിലേക്ക്, ജലത്തിലേക്ക് ആയിട്ട് വയ്ക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ്, ടേക്ക് എ തിൻ സെക്ഷൻ ഓഫ് ദ മെറ്റീരിയൽ. നമ്മൾ ഏത് വസ്തുവിനെയാണോ നിരീക്ഷിക്കേണ്ടത്, അപ്പം നമ്മൾ പറഞ്ഞു പ്ലാന്റൈൻ്റെ റൂട്ടാണെന്ന്. പ്ലാന്റൈൻ എന്ന് പറഞ്ഞാൽ വാഴ, വാഴയുടെ വേരാന്ന് പറഞ്ഞു. ആ വേരിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുക, തിന്നായിട്ടുള്ള കനം കുറഞ്ഞ ക്രോസ് സെക്ഷൻ എടുക്കുക, അതേ ഒരു വാച്ച് ഗ്ലാസ്സിലെ വാട്ടറിലേക്ക് ഇട്ട് വയ്ക്കുക. രണ്ടാമത്തെ സ്റ്റേജ് അങ്ങനെയാണ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് നമ്മൾ ഏത് വസ്തുവാണോ നിരീക്ഷിക്കേണ്ടത് ആ മെറ്റീരിയലിനെ എന്ത് ചെയ്യുക? തിന്നായതും കംപ്ലീറ്റ് ആയതും. തിന്നെന്ന് പറഞ്ഞാൽ വളരെ കനം കുറഞ്ഞ പൂർണ്ണമായതുമായ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുക. ക്രോസ് സെക്ഷൻ എടുത്ത് അതിനെ ജലത്തിലേക്ക് ഇട്ട് വയ്ക്കുക. പുട്ട്
തിന്നസ്റ്റ് കംപ്ലീറ്റ് സെക്ഷൻ ഇൻ എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് സ്റ്റെയിൻ. അപ്പോൾ എന്താണ് സ്റ്റെയിൻ എന്ന് പറയുന്നത്? ഇപ്പോൾ പറഞ്ഞ പോയിന്റിങ്ങാണ്. പുട്ട് തിന്നസ്റ്റ് കംപ്ലീറ്റ് സെക്ഷൻ ഇൻ എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് സ്റ്റെയിൻ അല്ലേ. അപ്പോൾ നമ്മൾ പൂർണ്ണമായതും തിന്നസ്റ്റ് കനം കുറഞ്ഞതുമായ, അതായത് നമ്മൾ എടുക്കുന്ന ആ റൂട്ടിൻ്റെ, അതായത് എന്തിൻ്റെയാണ്, പ്ലാന്റേൻ്റെ വാഴയുടെ റൂട്ടാണ് എടുക്കുന്നത്. ആ റൂട്ടിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ, ബ്ലൈഡ് ഉപയോഗിച്ച് എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയതും അല്ലെ പൂർണ്ണമായതും തിന്നസ്റ്റ് ആയതും തിന്നസ്റ്റ് കനം കുറഞ്ഞതുമായ ഒരു സെക്ഷൻ, കുറച്ച് സെക്ഷൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വാച്ച് ഗ്ലാസ്സിലെ എന്തിലേക്കിട്ട് വയ്ക്കുക, ആ സ്റ്റെയിനിലേക്ക് ഇട്ട് വയ്ക്കുക. എന്താണ് സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഈ സെല്ലുകൾക്ക് നിറം നൽകുന്ന വസ്തുവാണ് സ്റ്റെയിൻ. അല്ലെങ്കിൽ നമ്മൾ ഈ ഇടുന്ന ആ വേരിൻ്റെ ഭാഗങ്ങൾക്ക് നിറം നൽകുന്ന പദാർത്ഥമാണ് സ്റ്റെയിൻ എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇട്ട് വയ്ക്കുന്നത്. ആ സ്റ്റെയിനിന് നിറം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തിലൂടെ നിരീക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ, മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ തേർഡ് സ്റ്റേജും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റേജ്, ആഡ് 1 or 2 drops ഓഫ് ഗ്ലിസറിൻ ടു ദ സ്ലൈഡ്. എന്താണ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിരീക്ഷിക്കേണ്ട വസ്തു, ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയൽ വയ്ക്കുന്ന ഗ്ലാസിൻ്റെ ഒരു പീസാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ലൈഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്ലൈഡിലേക്ക് നമ്മൾ 1-2 തുള്ളി ഗ്ലിസറിൻ ഇറ്റിക്കുക. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ അതും ഉണങ്ങിപ്പോകാതിരിക്കും. നമ്മൾ നിരീക്ഷിക്കുന്ന വസ്തു അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ട വസ്തു ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഇറ്റിക്കുന്നത്, 2 ഡ്രോപ്പോ 1-2 ഡ്രോപ്പോ എന്തിറ്റിക്കുന്നത്, ഗ്ലിസറിൻ ആ സ്ലൈഡിലേക്ക് ഇറ്റിക്കുന്നത്. വാഷ് ഔട്ട് ഓഫ് ദി സ്റ്റെയിൻഡ് സെക്ഷൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദി ഗ്ലിസറിൻ ഓൺ ദി സ്ലൈഡ്. എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻ പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റെയിൻ്റെ നിറം പിടിച്ചിരിക്കുന്ന ഒരു സെക്ഷൻ എടുത്തിട്ട് ആ സെക്ഷനെ കഴുകിയ ശേഷം എന്ത് ചെയ്യുക, സ്ലൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, 1-2 ഡ്രോപ്പ് വെച്ചിട്ടുണ്ട്, ഗ്ലിസറിനുണ്ട്, ആ ഗ്ലിസറിനിലേക്ക് എടുത്ത് വയ്ക്കുക. ബൈ യൂസിങ് എ നീഡിൽ പ്ലേസ് എ കവർ ഗ്ലാസ് ഓൺ ഇറ്റ് വിത്തൗട്ട് ഫോമിങ് എയർ ബബിൾ. എന്ന് പറഞ്ഞാൽ ഒരു നീഡിൽ ഉപയോഗിച്ച് ആ സ്ലൈഡിലേക്ക് വച്ച നിരീക്ഷിക്കേണ്ട വസ്തുവിന് മുകളിലായിട്ട് കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. അങ്ങനെ മൂടുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, എയർ ബബിള് ഫോം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എയർ ബബിള് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് കഴിയുകയില്ല. കാരണം എയർ ബബിളിൻ്റെ ഒരു തടസ്സം നമുക്ക് ഉണ്ടാകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് എയർ ബബിൾ ഇല്ലാതെ, അത് എയർ കടക്കാത്ത രീതിയിൽ നന്നായിട്ട് ഒരു കവർ ഗ്ലാസ് കൊണ്ട് ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഏത് മെറ്റീരിയലിനാണോ ഒബ്സർവ് ചെയ്യുന്നത് അതിനെ എന്ത് ചെയ്യാൻ പറഞ്ഞത്, മൂടാനായിട്ട് പറഞ്ഞു, കവർ ചെയ്യാനായിട്ട് പറഞ്ഞു. The next and last stage is wipe out the excess glycerin using a tissue paper. അവസാനത്തെ ഘട്ടമെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കവർ ഗ്ലാസ് കൊണ്ട് മൂടിയ ശേഷം അതിന് പുറമേ കാണുന്ന അല്ലെങ്കിൽ കുറച്ച് പുറമേ ആയിട്ട് നമ്മൾ ആദ്യം ഒഴിച്ച ഗ്ലിസറിൻ കുറച്ച് സൈഡിലുണ്ടാകും. ആ സ്ലൈഡിനെ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് അധികമുള്ള ഗ്ലിസറിനെ തുടച്ചു മാറ്റുക എന്നുള്ളത് ആണ്. അതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. ഇതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോസ്കോപ്പിലേക്ക് എടുത്ത് വെച്ചതിനെ ആ വസ്തുവിനെ നിരീക്ഷിക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സെൽ ബയോളജി. ദ സ്റ്റഡി ഓഫ് സെൽ അല്ലേ, അതിനാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ, സെൽ ബയോളജി എന്ന് വിളിക്കുന്നത്. ദ സ്റ്റഡി ഓഫ് സെൽസ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഡെവലപ്പിംഗ് റാപ്പിഡ്ലി ഇൻ നൗഎഡേയ്സ്. നമ്മളെ ദിവസേന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠന ശാഖയാണ്, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ശാഖയാണ്, സയൻസിൻ്റെ ശാഖയാണ് എന്തു പറയും നമ്മൾ, സെൽ ബയോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനിയും എന്ന് പറയും. ദിവസേന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠനശാഖയാണ് ഏത്, സെൽ ബയോളജി. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്, സ്റ്റഡി ഓഫ് സെൽസ്, കോശങ്ങളെക്കുറിച്ചുള്ള പഠനം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു ഡിസ്കവേർഡ് സെൽ. സെല്ല്, കോശം കണ്ടെത്തിയത് ആര് എന്ന ചോദ്യത്തിന് ആൻസർ റോബർട്ട് ഹുക്ക് എന്നുള്ളതാണ്. വർഷം 1665, 1665. അപ്പോൾ റോബർട്ട് ഹുക്ക് എന്ത് കണ്ടെത്തി, കോശം കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം കോശം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്, കോർക്കിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് അതിനെ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ
കണ്ട ചെറിയ അറകളെ അദ്ദേഹം എന്ത് വിളിച്ചു? സെല്ല് എന്ന് വിളിച്ചു. അങ്ങനെയാണ് സെല്ല് അല്ലെങ്കിൽ കോശം എന്ന് പറയുന്ന ചെറിയ അറകൾ എന്നർത്ഥം വരുന്ന സെല്ല് എന്ന് പറയുന്ന പദം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം എന്ത് വിളിച്ചു? സെല്ല് എന്ന് വിളിച്ചു. അപ്പോൾ കോശം കണ്ടെത്തിയത് ആര് അല്ലെങ്കിൽ ഹൂ ഡിസ്കവേർഡ് സെല്ല് എന്ന് ചോദിച്ചാൽ ആൻസർ എങ്ങനെയാണ്? റോബർട്ട് ഹുക്ക്. വർഷം ചോദിച്ചാൽ 1665, 1665. മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. നമ്മളിവിടെ 4 സയൻറ്റിസ്റ്റുകളുടെ പേരാണ് പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയുന്നത് സെൽ ബയോളജിയുടെ കോശവിജ്ഞാനീയ ശാസ്ത്രത്തിൻ്റെ നാഴികക്കല്ലുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ 4 സയൻറ്റിസ്റ്റുകളുടെ പേര് പഠിക്കും. ഫസ്റ്റ് പഠിക്കുന്നു റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ ഇൻ 1831, 1831 he discovered center of the cell and he named it nucleus. അപ്പോൾ അദ്ദേഹം 1831 കോശത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും ആ കേന്ദ്രത്തെ ന്യൂക്ലിയസ് എന്നും വിളിച്ചു. 1831, 1831, റോബർട്ട് ബ്രൗൺ. നെക്സ്റ്റ് MJ Slater in 1838 found out that the body of a plant is made up of cell. 1838 MJ Slater കണ്ടെത്തി സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തി. അപ്പോൾ 1838 MJ Slater സസ്യശരീരം കോശനിർമ്മിതമാണ് എന്ന് കണ്ടെത്തി. 1838 പേര് MJ Slater, സയൻറ്റിസ്റ്റിൻ്റെ പേര് MJ Slater. In 1839 Theodor Schwann found out that the body of a animal is made up of cell. Body of a animal is made up of cell. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാൻ ആണ്. വർഷം 1839, 1839. സയൻറ്റിസ്റ്റിൻ്റെ പേര് തിയോഡർ ഷ്വാൻ. ഇൻ 1858, 1858 റുഡോൾഫ് ബ്രിഷോ ഒബ്സർവ്ഡ് ഡിവൈഡിങ് സെൽസ്. 1858 റുഡോൾഫ് ബ്രിഷോ എന്തിനെ നിരീക്ഷിച്ചു? വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. ആൻഡ് ഇൻഫേർഡ് ദാറ്റ് ന്യൂ സെൽസ് ആർ എറേസ്ഡ് ഫ്രം ദ എക്സിസ്റ്റിംഗ് സെൽസ്. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന അനുമാനത്തിൽ ആരെത്തിച്ചേർന്നു? റുഡോൾഫ് ബ്രിഷോ എത്തിച്ചേർന്നു. അപ്പോൾ 1858 റുഡോൾഫ് ബ്രിഷോ എന്തിനെ നിരീക്ഷിച്ചു? വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. അങ്ങനെ നിരീക്ഷണ ഫലമായിട്ട് അദ്ദേഹം ഒരു അനുമാനത്തിൽ അല്ലെങ്കിൽ നിഗമനത്തിൽ എത്തിച്ചേർന്നു. എന്താണ് ആ നിഗമനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയവ രൂപം കൊള്ളൂ എന്നുള്ള അനുമാനത്തിൽ അല്ലെങ്കിൽ നിഗമനത്തിൽ എത്തിച്ചേർന്നു.